പ്രിയമുള്ളവരെ, ഇന്ന് ദീപാവലി. പാലക്കാട് ഭഗവതിയുടെ ദീപാവലി ആശംസകൾ. ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഇന്ന് അർച്ചന പൂർത്തീകരിച്ചു. ഇനി വരും നാളുകളിൽ പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഹരിവരാസനം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വരുന്ന വൃശ്ചികം 1 മുതൽ ധനും 10 വരെ മണ്ഡലകാലങ്ങൾ മുഴുവനുമായി ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ശനീശ്വര പൂജ, ശനീശ്വര ഹോമം, 1008 കലശാഭിഷേകം, ഇത്തരത്തിലുള്ള ഒരു ആരാധനയാണ് ഈ വൃശ്ചിക മാസം 1 മുതൽ മണ്ഡലകാലം മുഴുവനും വരുന്ന കാലങ്ങളിൽ നടക്കുന്നത്. 7 ആഴ്ചകളിലാണ് ശനീശ്വര ഹോമം ചെയ്യുന്നത്. അതിൽ വരുന്ന ഒരാഴ്ച ഏതെല്ലാം ദിവസങ്ങളിലാണോ ഭക്തജനങ്ങൾക്ക് ഈ ശനീശ്വര ഹോമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുവോ ആ ദിവസങ്ങളെല്ലാം അവർക്ക് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ ശനീശ്വര പൂജ, ഭഗവതിയുടെ വിഗ്രഹത്തിലാണ് ശനീശ്വര പൂജ ഭക്തന്മാർ നേരിട്ട് വന്ന് ശനീശ്വര മന്ത്രം ജപിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തി ദേവിയെ പൂജിക്കുന്നത്. ഇത് ചെയ്യുന്നത് ഈശ്വര പ്രീതിക്കായി നടത്തുന്ന ഏറ്റവും മഹത്തമായ കർമ്മങ്ങളിൽ ഒന്നാണ് ശനീശ്വരനെ ഭജിക്കുക എന്നുള്ളത്. ശനീശ്വര പ്രീതിക്കാണ് എല്ലാ ആളുകളും ഈ മണ്ഡലകാലം ശനീശ്വരൻ്റെ അംശമായി നിൽക്കുന്ന ഭഗവാൻ അയ്യപ്പൻ്റെ അടുത്തേക്ക് എല്ലാവരും ദർശനത്തിനായി എത്തുന്നത്. ആ മഹത്തമായ സന്നിധാനത്ത് ഇന്ന് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് എല്ലാവർക്കും ആദ്യകാലങ്ങളിൽ വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് മനുഷ്യനായി തന്നെ അതിൻ്റേതായ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ അത് നടപ്പിലാക്കും എന്നുള്ളതിൻ്റെ ഏക തെളിവാണ് ഇന്ന് നമ്മൾ ശബരിമലയെ സംബന്ധിച്ച് കേൾക്കുന്ന പലതരത്തിലുള്ള സംഭവങ്ങൾ. അതുമാത്രമല്ല, പല ക്ഷേത്രങ്ങളെക്കുറിച്ചും ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പല കൊള്ളരായ്മയെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം ശനിയുടെ പ്രവർത്തനങ്ങളാണ്. കാരണം ശനിയാണ് ഈശ്വരൻ്റെ നീതി നടപ്പിലാക്കുന്ന ഗ്രഹം എന്നുള്ള ഒരു അറിവ് എല്ലാവർക്കുമുണ്ട്. പക്ഷേ അതെപ്രകാരമായിരിക്കുമെന്ന് ആർക്കും തീർത്തു പറയാൻ കഴിയില്ല. ഈശ്വരൻ്റെ നീതി നടപ്പിലാക്കുന്ന ഗ്രഹമായിരിക്കുന്ന ശനി എപ്രകാരമാണ് എന്ന് പറയുകയാണെങ്കിൽ, ഏത് നല്ലത് ചെയ്യുന്നുവോ അതിന് നല്ല ബലം കൊടുക്കും, ചീത്തകൾ ചെയ്യുന്നവർക്ക് ചീത്ത ബലമായിരിക്കും. അതെന്താണ് എന്ന് ആർക്കും പരിപൂർണമായും നിശ്ചയിക്കാൻ സാധിക്കില്ല. ആയതുകൊണ്ട് ഈ മണ്ഡലകാലം മുഴുവനും ഈ പറയുന്ന ക്രമത്തിൽ നമ്മുടെ പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മലമ്പുഴയ്ക്ക് അടുത്ത് മന്തക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മന്തക്കാട് എന്ന് പറയുന്ന മന്ദം തന്നെയാണ്, മന്ദ എന്നെയാണ് ശനീശ്വരൻ്റെ ശക്തി. ആയതുകൊണ്ട് നമ്മുടെ ഹരിവരാസനം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തമായ കർമ്മത്തിലേക്ക് എല്ലാ ആളുകളെയും, എല്ലാ വിശ്വാസത്തിലുള്ള ആളുകളെയും, കാരണം ശനീശ്വരൻ്റെ അനുഗ്രഹത്തിനായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ മഹത്തമായ കർമ്മത്തിൻ്റെ ഭാഗമാകുവാൻ മുന്നോട്ട് വരണമെന്നും ഇതിൻ്റെ ഫലം എല്ലാവർക്കും ലഭിക്കാവുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇനി തുടർന്ന് 3 വീഡിയോകളുണ്ട്. ദേവിയുടെ പൂജയെക്കുറിച്ച്, കലശാഭിഷേകത്തെക്കുറിച്ച്, ഹോമത്തെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായ വീഡിയോകൾ ഇറക്കുന്നതായിരിക്കും. അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം, പാലക്കാട് ഭഗവതിയേ ശരണം.